നമസ്കാരം. PSC ചലഞ്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LPUP സിലബസിലെ ബയോളജി പാഠഭാഗത്തിലെ വർഗീകരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർഗീകരണം എന്ന് വെച്ചാൽ തരംതിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. എന്തിനാണ് നമ്മൾ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വർഗീകരിക്കുന്നത്? നമുക്കറിയാം കുറേ ജീവജാലങ്ങൾ ഉണ്ടാവും. അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും മറ്റുമാണ് നമ്മൾ അവരെ വർഗീകരിക്കുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് ഇവരെ കാണാം. ഇതിൽ നമുക്ക് പല രീതിയിൽ നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ നോക്കി ചിറകിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ചിറകുള്ളവരെന്നും ചിറകില്ലാത്തവരെന്നും നമ്മൾ ഇവരെ ഒരു തരത്തിലുള്ള തരംതിരിക്കലാണ്. അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ഒരു തരംതിരിക്കലിനെയാണ് ചിറകുകളുടെ എണ്ണം വ്യക്തമായി കാണാവുന്ന ഒരു ജോഡി ചിറകുകൾ അല്ലെങ്കിൽ വ്യക്തമായി കാണാവുന്ന 2 ജോഡി ചിറകുകൾ. ഇത് മറ്റൊരു തരത്തിലുള്ള തരംതിരിക്കലാണ്. അതുപോലെ കാലുകളുടെ പ്രത്യേകത, ചിറകുകളുടെ പ്രത്യേകത, ഇങ്ങനെ പല രീതിയിൽ കുറേ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഈ വർഗീകരണം അല്ലെങ്കിൽ തരംതിരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം ഉണ്ടാവും, സ്റ്റഡി. ആ സ്റ്റഡീനെ പറയുന്ന പേരാണ് വർഗീകരണ ശാസ്ത്രം. അപ്പൊ സ്റ്റഡി ഓഫ് ടാക്സോണമി, അതിനെയാണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടാക്സോണമി, സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് വർഗീകരണ ശാസ്ത്രം എന്ന് നോക്കാം. ജീവികളെ തരംതിരിച്ച് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ജീവജാലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവജാലങ്ങളെ തരംതിരിക്കുന്നത്? നമുക്കറിയാം അവയ്ക്ക് കുറേ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറേ സമാനതകൾ കാണും, ഒരേപോലെയുള്ള കുറേ സ്വഭാവങ്ങൾ കാണും. അതുപോലെ തന്നെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്വഭാവങ്ങളും കാണും. അപ്പോൾ അവരുടെ നമ്മൾ കുറേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിറകുകൾ ഉള്ള കുറേ ജീവികൾ ഉണ്ടായിരുന്നു, ചിറകുകൾ ഇല്ലാത്ത കുറേ ജീവികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സമാനതകളുടെയും അതുപോലെ തന്നെ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവജാലങ്ങളെ തരംതിരിക്കുന്നു. തരംതിരിക്കുക മാത്രമല്ല, അവർക്ക് ശാസ്ത്രീയമായ പേരുകൾ നൽകുകയും ചെയ്യുന്ന രീതിയാണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ജീവികളെ നമ്മൾ തരംതിരിക്കുന്നു, അതുപോലെ തന്നെ അവയെ തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ അവർക്ക് ശാസ്ത്രീയമായ പേരുകൾ നൽകുന്നു. ഇത്രയും 3 കാര്യങ്ങൾ അടങ്ങിയ ഒരു ശാസ്ത്രമാണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ, ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന, പരിണാമ ചരിത്രം എന്നിവയെല്ലാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവയുടെ സ്വഭാവ സവിശേഷതകൾ? നമ്മൾ പറഞ്ഞു അവർക്ക് കുറേ സ്വഭാവങ്ങൾ കാണും, കുറെ പ്രത്യേകതകൾ കാണും. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ജീവികളെയും തരംതിരിക്കുന്നു. അതുപോലെ തന്നെ അവയുടെ ബാഹ്യഘടന എന്ന് പറയുന്നത് അവരുടെ പുറമേയുള്ള സ്വഭാവങ്ങളാണ്. അവരുടെ ശരീരത്തിന് പുറമേയുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, ആന്തരഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നു. ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകൾ, ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ പരിണാമ ചരിത്രം എന്ന് പറയുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഒക്കെയാണ്. ഒരു ജീവി ഏതിൽ നിന്ന് ഉത്ഭവിച്ചു വന്നു, അവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, 2 ജീവികൾ തമ്മിൽ എന്തെങ്കിലും സമാനതകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വർഗീകരണ ശാസ്ത്രം നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ടാക്സോണമി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ ഭൗമ മേഖലയിലുള്ള സസ്യജന്തുക്കളെ കുറിച്ചുള്ള പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു. നമുക്കറിയാം ജീവജാലങ്ങൾ പല പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അവയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ചെറിയ ലളിത ഘടനയുള്ള സിമ്പിൾ സ്ട്രക്ചേഴ്സ് ഉള്ള ജീവികളിൽ നിന്നാണ് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉത്ഭവിച്ചു വന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിണാമ ഘട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് ടാക്സോണമി നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം SCERT സിലബസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇന്ന് എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അവർ തരാറുണ്ട്. ചിലപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വർഗീകരണ ശാസ്ത്രം ഉപയോഗിക്കാൻ പറ്റും എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്കപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തരാൻ പറ്റും. ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന, പരിണാമ ചരിത്രം എന്നിവയെല്ലാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ സസ്യജന്തുക്കളെ കുറിച്ചുള്ള പൊതുധാരണ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ
ലളിതമായ ഘടനയുള്ളവയിൽ നിന്നാണ് സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്നത് എന്നുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വർഗീകരണ ശാസ്ത്രം നമുക്ക് സഹായിക്കുന്നുണ്ട്. കാൾ ലിനേയസ് ഇതുപോലെ ജീവജാലങ്ങളുടെ പല സാമാന്യതകളുടെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ പലതരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വർഗീകരണ രീതി അയാൾ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ കാൾ ലിനേയസിനെ നമ്മൾ എന്തറിയപ്പെടുന്നു, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസിനെയാണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസിനെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാൾ ലിനേയസ്. ചില ക്വസ്റ്റ്യൻസിൽ കരോളസ് ലിനേയസ് എന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരോളസ് ലിനേയസ് ആണെങ്കിലും കാൾ ലിനേയസ് ആണെങ്കിലും ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. അദ്ദേഹത്തെ അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്, വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ വ്യക്തിയാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാൾ ലിനേയസിനെ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു, വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് ആരെയാണ്, കാൾ ലിനേയസിനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്, ജീവജാലങ്ങളെ പല രീതിയിൽ തരം തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്, അവരുടെ കുറെ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും, കുറെ ഡിസിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരേപോലെയുള്ള സ്വഭാവങ്ങൾ കാണും, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളും അവർക്ക് കാണും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുടെയും ഒരേപോലെയുള്ള സ്വഭാവങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ജീവജാലങ്ങളെയും കാറ്റഗറൈസ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ വർഗീകരണം എന്ന് പറയുന്നത്. അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വർഗീകരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാൾ ലിനേയസ് ആരാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. തിരിച്ചറിയാനുള്ള താക്കോലുകൾ നമ്മൾ പറഞ്ഞു. സസ്യജാലങ്ങളെ നമ്മൾ പലതരത്തിൽ നമ്മൾ വർഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി നമ്മൾ വർഗീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ജീവജാലങ്ങളെയും ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ സ്വഭാവങ്ങൾ കാണും, അല്ലെങ്കിൽ കുറെ പ്രത്യേകതകൾ കാണും. നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ ചിറകുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തു, അല്ലെങ്കിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന ചിറകുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ മാനദണ്ഡങ്ങളുണ്ട്, അവയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക്കൽ കീകൾ എന്ന് പറയുന്നത്. ടാക്സോണമിക്കൽ കീകൾ. ഇതിൽ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക്കൽ കീ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡൈക്കോട്ടമസ് കീ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാക്സോണമിക്കൽ കീ ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഒരു അശ്വമേധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലെ, GS പ്രദീപിന്റെ. അതെന്താണ്, ഒരു വ്യക്തിനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും കുറെ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വ്യക്തിയിലേക്ക് അറസ്റ്റ് എത്തിച്ചേരുന്നത്. എങ്ങനെയാണ്, നമ്മൾ ചോദിക്കും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ, മരിച്ച വ്യക്തിയാണോ, അല്ലെങ്കിൽ സ്ത്രീയാണോ, പുരുഷനാണോ, കലയാണോ, സാഹിത്യമാണോ, ഏതാണ് മേഖല, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചാണ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയിലേക്ക് ലാസ്റ്റ് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെയുള്ള ഒരു മെത്തേഡാണ്. ഇതിലും എന്ത് ചെയ്യുന്നു, ഓരോ സൂചകങ്ങളും 2 തിരഞ്ഞെടുക്കൽ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ, മരിച്ച വ്യക്തിയാണോ, അപ്പൊ അതുപോലെ 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് ഇതിലെ ഓരോ സൂചകങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓരോ ജീവികളെയും ആ സൂചകങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ നമ്മളത് മുന്നോട്ട് പോകുന്നതിലൂടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ജീവിയെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്. അപ്പൊ 2 തിരഞ്ഞെടുക്കൽ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. ആ തിരഞ്ഞെടുക്കൽ സാധ്യതകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിലൂടെ ആ കൃത്യമായിട്ടുള്ള ആ ഒരു ജീവിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടാക്സോണമിക്കൽ കീ എന്ന് പറയുന്നത്. അപ്പൊ സസ്യജന്തുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക്കൽ കീകൾ എന്ന് പറയുന്നത്. പ്രചാരത്തിലുള്ള ടാക്സോണമിക്കൽ കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ ഓരോ 2 തിരഞ്ഞെടുക്കൽ സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലൂടെ മുന്നോട്ട് പോകുന്നതിലാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു ജീവിയെ നമുക്ക് മനസ്സിലാക്കാനും തരംതിരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഇനി വർഗീകരണ ചരിത്രത്തിലെ നാൾവഴികൾ ശ്രദ്ധേയമായ കുറച്ച് സയന്റിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലിന്റെ രാജ്യം ഗ്രീസ് ആണ്. ഓക്കെ, ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രം നമുക്കറിയാം, ബയോളജി അല്ലെ, ബയോളജിയുടെ പിതാവാണ് ആര്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ബയോളജി, ജീവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ +1 +2 ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബയോളജിനെ തന്നെ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ബോട്ടണി എന്നും സുവോളജി ആയിട്ടും 2ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോളജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ തന്നെ
അങ്ങനെയാണെങ്കിൽ ബോട്ടണിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാല് തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, തിയോഫ്രാസ്റ്റസ്. അപ്പം ബോട്ടണിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തിയോഫ്രാസ്റ്റസ് ആണ്. എന്നാൽ ബയോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അരിസ്റ്റോട്ടിൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സുവോളജിയുടെ പിതാവ്? സുവോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിലിനെ തന്നെയാണ്. ഓക്കെ, അപ്പം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. എല്ലാ ജീവവിഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് വിഭാഗങ്ങളാണ് ബോട്ടണിയും സുവോളജിയും. ബോട്ടണി എന്ന് പറയുന്നത് സസ്യജാലങ്ങളെ കുറിച്ച് മാത്രം, സസ്യശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബോട്ടണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുവോളജി എന്ന് പറയുന്നത് ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സുവോളജി. സുവോളജിയുടെ പിതാവും അതുപോലെ തന്നെ ജീവശാസ്ത്രത്തിന്റെ പിതാവും അരിസ്റ്റോട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസും അരിസ്റ്റോട്ടിലും ഗ്രീസ് ആണ് അവരുടെ രാജ്യങ്ങൾ. അതുപോലെ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇദ്ദേഹം ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചു. റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവരെന്നും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്തവരെന്നും രണ്ടായിട്ട് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, BC 384 തൊട്ട് 322 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നെക്സ്റ്റ് തിയോഫ്രാസ്റ്റസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാദർ ഓഫ് ബോട്ടണി ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. സസ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് തിയോഫ്രാസ്റ്റസ് തരംതിരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. എന്താണ് ഏകവർഷികൾ എന്ന് പറയുന്നത്? ഏകവർഷികൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ആനുവൽസ് എന്ന് അറിയപ്പെടും കേട്ടോ. ആനുവൽസ് എന്നാണ് പറയുന്നത്. ആനിമൽസ് എന്ന് പറയുന്നത് അവരുടെ ജീവിത ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ അവസാനിക്കുന്നവരാണ് ആനിമൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, വാഴയെ നമുക്ക് പറയാം. വാഴ നമുക്കറിയാം 1 പ്രാവശ്യം മാത്രമാണ് അവർ ഫലം തരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളവരെയാണ് നമ്മൾ ഏകവർഷികൾ എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് സൈക്കിൾ 1 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ദ്വിവർഷികൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സൈക്കിൾ ഒരു 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് സസ്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ ദ്വിവർഷികൾ എന്ന് പറയുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, ഇത്തരത്തിലുള്ളവരൊക്കെ ദ്വിവർഷികളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അവരെ ബൈനിയൽസ് എന്നാണ് പറയുന്നത്. ബൈനിയൽസ്. ബഹുവർഷികൾ എന്ന് പറയുന്നത് പെറിനിയൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബഹുവർഷികൾ പേരിൽ തന്നെയുണ്ട്. ബഹുവർഷികൾ ഒരുപാട് വർഷക്കാലം ജീവിക്കുന്നവരാണ്. നമുക്കറിയാം മാവ്, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ എന്താണ് എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യുന്നു? ഫലങ്ങൾ തരുന്നു. അവർ ഒരുപാട് നാൾ അവർ ജീവിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് ബഹുവർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ, ബഹുവർഷികൾ, ദ്വിവർഷികൾ എന്നിങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അരിസ്റ്റോട്ടിൽ സസ്യങ്ങളെ തരംതിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ അരിസ്റ്റോട്ടിലും സസ്യങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അവരെങ്ങനെയാണ് തരംതിരിച്ചത് എന്ന് പറഞ്ഞാൽ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഇങ്ങനെ 3 ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഹെർബ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ലഘുഘടന എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെംസ് ഉള്ള സസ്യങ്ങളെയാണ്. അവരുടെ തണ്ട് വളരെ മൃദുവായിരിക്കും അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളവരെയാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, അവരെയാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. പിന്നെ ട്രീസ് നമുക്കറിയാം, വലിയ മരങ്ങൾ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തിയോഫ്രാസ്റ്റസിന്റെ കാലഘട്ടം BC 371 തൊട്ട് 277 ആണ്. ഓക്കെ, അടുത്ത ആളാണ് ചരകൻ എന്ന് പറയുന്നത്. ചരകൻ ഏത് രാജ്യക്കാരനാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കാരനാണ് ചരകൻ. ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനെയാണ്. 200ഓളം സസ്യജന്തുക്കളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ആര്, അല്ലെങ്കിൽ ചരകന്റെ പുസ്തകത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചരക സംഹിതയാണ്. ചരക സംഹിത. അപ്പൊ എന്താണ് ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്? 200ഓളം സസ്യജന്തുക്കളെ ഉൾപ്പെടുത്തിയാണ്. അപ്പം കുറെ സസ്യജന്തുക്കളെ പറ്റിയാണ് ഈ ചരക സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുള്ളത്. ആയുർവേദത്തിന്റെ പിതാവും ആരാണ്? ചരകനാണ്. ഓക്കെ, AD 1-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജോൺ റേ. ഇംഗ്ലണ്ടുകാരനാണ് ജോൺ റേ. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറിയം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പം ജോൺ റേയുടെ പുസ്തകത്തിന്റെ പേര് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറിയം. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറിയം എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജോൺ റേ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
അടുത്ത പോയിന്റ്, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോൺ റേ ആണ്. എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും എന്താണ് സ്പീഷീസ് എന്നുള്ളത്. ഒരേപോലെയുള്ള ജീവഗണങ്ങളെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള ജീവഗണങ്ങളെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോൺ റേ ആണ് അതിന്റെ ഉത്തരം. ജോൺ റേ ഇംഗ്ലണ്ടുകാരനാണ്. ജോൺ റേയുടെ പുസ്തകത്തിന്റെ പേരാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആളാണ് കാൾ ലിനേയസ്. കാൾ ലിനേയസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വീഡൻ ആണ്. സ്വീഡൻ. കാൾ ലിനേയസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ്. കാൾ ലിനേയസ് നമ്മൾ പറഞ്ഞു മോഡേൺ ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ് ആണ്. അതുപോലെ തന്നെ വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ, വർഗീകരണത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള തലങ്ങൾ നിർദ്ദേശിച്ച വ്യക്തിയും ഈ കാൾ ലിനേയസ് ആണ്. അതുപോലെ തന്നെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. നമുക്കറിയാം ശാസ്ത്രീയ നാമങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഓരോ ജീവജാലങ്ങൾക്കും ഒരുപാട് ശാസ്ത്രീയ നാമങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ഓരോ പേരുകളുണ്ട്, സയന്റിഫിക് നെയിംസ് ഉണ്ട്. നമുക്ക് കടിച്ചാൽ കുറെ വാക്കുകൾ നമുക്കറിയാം അല്ലെ. അത്തരത്തിലുള്ള വാക്കുകളെയാണ് അല്ലെങ്കിൽ ശാസ്ത്രീയ നാമങ്ങളാണ് അത് നിർദ്ദേശിച്ചത് ദ്വിനാമ പദ്ധതിയാണ്. ആ ഒരു ദ്വിനാമ പദ്ധതി, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൾ ലിനേയസ് ആണ്. അപ്പൊ കാൾ ലിനേയസിനെ കുറിച്ച് 3 പോയിന്റ് ആണ്. ഏതൊക്കെയാണ്? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ്, വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ച വ്യക്തിയും കാൾ ലിനേയസ് ആണ്. അതുപോലെ തന്നെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതിയും ആവിഷ്കരിച്ചു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം AD 1707 to 1778 ആണ്. നമ്മൾ പറഞ്ഞു കുറെ വർഗീകരണ തലങ്ങൾ കാൾ ലിനേയസ് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കാൾ ലിനേയസിന്റെ വർഗീകരണ തലങ്ങളാണ് ഈ കാണുന്ന. ഓക്കെ, അപ്പോൾ ഏറ്റവും വർഗീകരണ തലത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പീഷീസ് ആണ്. ഓക്കെ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അപ്പം വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? കാൾ ലിനേയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ആണ്. അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പീഷീസ് ആണ്. ഏറ്റവും മുകളിലത്തെ വർഗീകരണ തലത്തിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിങ്ഡം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്പീഷീസ് എന്താണ് എന്ന് നോക്കാം. സ്പീഷീസ് എന്ന് പറയുന്നത് ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ജീവശാസ്ത്ര നിർവചന പ്രകാരം എന്താണ് സ്പീഷീസ് എന്ന് പറയുന്നത്? സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ്. നമുക്കറിയാം രണ്ട് ജീവികൾ ചേരുമ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ മറ്റൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിക്കും എന്തിനുള്ള കഴിവ് വേണം? പ്രത്യുൽപാദനത്തിനുള്ള കഴിവ് വേണം. അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്പീഷീസ് എല്ലാം ഒരേപോലെയുള്ള ജീവഗണങ്ങളായിരിക്കും. അവർക്ക് ഒരുപാട് സാമ്യതകളുണ്ട്, റിസംബ്ലൻസ്, അവർക്ക് ഒരുപാട് സാമ്യതകൾ അവർക്ക് ഉണ്ടാവുന്ന ജീവികളാണ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ടൈഗർ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്, ലയൺ എന്ന് പറയുന്നത് വേറൊരു സ്പീഷീസ് ആണ്. അപ്പം ഈ ടൈഗറും ലയണും കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ഒരു ജീവിയാണ് ലൈഗർ എന്ന് പറയുന്നത്. പക്ഷെ ലൈഗറിന് വേറൊരു ലൈഗറിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അവർക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ ലൈഗർ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് അല്ല. അതുകൊണ്ടാണ് അപ്പോൾ രണ്ടും ടൈഗർ തന്നെ ആയിരുന്നുവെങ്കിൽ ആ രണ്ട് ടൈഗർ ചേർന്ന് പുതിയൊരു ടൈഗറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ടൈഗറിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ലൈഗറിന് എന്തില്ല? കഴിവില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ലൈഗർ എന്തല്ല, ഒരു സ്പീഷീസ് അല്ല. അപ്പം ഒരേപോലെയുള്ള ജീവിഗണങ്ങളാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? വീണ്ടും പ്രത്യുൽപാദനത്തിനുള്ള കഴിവുള്ളവരെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്പീഷീസ് ആണ് വർഗീകരണ തലത്തിലെ അടിസ്ഥാന തലം എന്നറിയപ്പെടുന്നത് സ്പീഷീസ് ആണ്. സവിശേഷതകൾ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും സ്പീഷീസുകൾ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്, അവർ തമ്മിൽ ഒരുപാട് ഒരേപോലുള്ള സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളവരാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന കുറെ സ്പീഷീസുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്നത്. അതുപോലെ കുറെ ജീനസിന്റെ കൂട്ടത്തിനെ നമ്മൾ ഫാമിലി എന്ന് പറയും. ഫാമിലിയുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. കുറെ ഓർഡറുകൾ ചേരുമ്പോൾ ക്ലാസ് ആവും, ക്ലാസ് ചേരുമ്പോൾ ഫൈലം, ഫൈലം ചേർന്ന് കിങ്ഡം. ഇത്രയാണ്
വർഗീകരണ തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വർഗീകരണ തലം ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കണം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അല്ലെങ്കിൽ മേലിന് താഴോട്ട് വേണമെങ്കിലും പഠിക്കാം, പക്ഷെ കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടാക്സോണമിക് ലെവൽ ഏതാണ്, വർഗീകരണ തലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പീഷീസ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കിങ്ഡം ആണ്. അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്പീഷീസിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. സ്പീഷീസുകൾ ചേർന്ന് ജീനസുകൾ ഉണ്ടാവുന്നു, ജീനസ് ചേർന്ന് ഫാമിലി ഉണ്ടാവുന്നു, ഫാമിലി ചേർന്ന് ഓർഡർ, ഓർഡർ ചേർന്ന് ക്ലാസ് ഉണ്ടാവുന്നു, ക്ലാസ് ചേർന്ന് ഫൈലം, ഫൈലം ചേർന്ന് കിങ്ഡം. അപ്പൊ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്കറിയാം സ്പീഷീസ് എന്ന് പറയുന്നത് ഒരേ ജീവി വിഭാഗം മാത്രമാണ് ഇതിൽ കാണുന്നത്. ജീനസ് ആകുമ്പോൾ നോക്കിയേ കുറെ അധികം കാണുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ കിങ്ഡം എത്തുമ്പോൾ നമ്മുടെ ജന്തുലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ കിങ്ഡം തന്നെ നമ്മൾ പലതരത്തിലുള്ള കിങ്ഡംസ് ഉണ്ട്. അപ്പൊ ഇത് അനിമേലിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം ആണ്. അപ്പോൾ ജന്തുജാലങ്ങൾ മാത്രം ഉൾപ്പെടുന്ന കിങ്ഡം ആണ് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം. ഓക്കെ, ഇതൊരു കിങ്ഡം അനിമേലിയ ആണ്. കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് ജീവികൾ, നമ്മുടെ ജന്തുക്കൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിങ്ഡം അനിമേലിയ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് തരത്തിലുള്ള ജീവികൾ ഇതിനകത്ത് കാണപ്പെടുന്നു. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിങ്ഡം അനിമേലിയ ആണ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിങ്ഡം അനിമേലിയ ആണ്. അതുപോലെ അടുത്ത ഫൈലം വന്നു. ഫൈലം കോർഡേറ്റ, നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നവയാണ്. അപ്പം ജന്തുക്കളിൽ തന്നെ നമുക്ക് അവരെ വീണ്ടും ചെറുതാക്കാൻ പറ്റും. അതിൽ തന്നെ എന്താണ്, നട്ടലുള്ള ജീവികളെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അവരെ സോർട്ട് ചെയ്യണം. അപ്പം അനിമേലിയയിൽ തന്നെ നട്ടലുള്ള ജീവികൾ മാത്രം ഉൾപ്പെടുന്നവരെയാണ് നമ്മൾ ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റയിൽ തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവ അല്ലെങ്കിൽ നട്ടെല്ലുള്ളവ, നട്ടെല്ലും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അവർ പാലൂട്ടി വളർത്തുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ക്ലാസ് മമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം കോർഡേറ്റയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കാണണം, അതുപോലെ തന്നെ അവർക്ക് എന്ത് പ്രത്യേകതകളും കൂടെ കാണണം. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരും കൂടെയാണ് ക്ലാസ് മമേലിയ എന്ന് പറയുന്ന വിഭാഗം. അതുപോലെ അടുത്തത് ഓർഡർ കാർണിവോറ എന്ന് പറയുന്ന ഒരു ഓർഡറിലേക്ക് എത്തുമ്പോൾ എന്താണ്, ക്ലാസ് മമേലിയയുടെ സവിശേഷതകൾ എല്ലാം തന്നെ ഉണ്ട്. എന്നിരുന്നാലും എന്താണ്, മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികൾ കൂടെ ഉള്ളവരാണ് കാർണിവോറ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സിംഹവും ഇതുപോലെ പുലിയും ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് എന്തുണ്ട്, മാംസങ്ങൾ കീറി മുറിക്കാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് അവരൊക്കെ. അടുത്തത് ഫാമിലി, ഫെലിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരുമ്പോൾ എന്താണ്, കാർണിവോറയുടെ എല്ലാ പ്രത്യേകതകളും അടങ്ങിയതും അതുപോലെ തന്നെ കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളും ഉള്ളവയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, കുറച്ചും കൂടെ അധികം പ്രത്യേകതകളും കൂടെ അവർക്ക് ഇവിടെ കൂടുന്നു. അടുത്ത ജീനസ്, ഫെലിസ് എന്ന് പറയുന്ന ഒരു ജീനസിൽ വരുമ്പോൾ ഫെലിഡെ എന്ന് പറയുന്ന എല്ലാ പ്രത്യേകതകളും അവർക്കുണ്ടാവും. അത് കൂടാതെ തന്നെ എന്താണ്, ചെറിയ ശരീരം, ഗർജിക്കാത്തവയാണ്. നമ്മൾ നേരത്തെ സിംഹം അങ്ങനെയുള്ള ജീവികളെയൊക്കെ നമ്മൾ പറഞ്ഞു, അവർക്ക് എന്താണ്, ഗർജിക്കാനുള്ള കഴിവുള്ളവരാണ്. പക്ഷെ അടുത്ത ജീനസ് ഫെലിസിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് എന്തുള്ള, ഗർജിക്കാനുള്ള കഴിവില്ല, അതുപോലെ തന്നെ അവരുടെ ശരീരം വളരെ ചെറുതായിരിക്കും. അതുപോലെ അടുത്ത സ്പീഷീസ് ലെവൽ, ഏറ്റവും ലോവസ്റ്റ് ലെവൽ നമ്മൾ എത്തി. അപ്പൊ എന്താണ്, സ്പീഷീസ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ എന്താണ്, പൂച്ചയുടെ തനത് സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, ഡൊമസ്റ്റിക്കസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ്, പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. അത് നമ്മൾ ജീനസ് നെയിമും അതുപോലെ തന്നെ സ്പീഷീസ് നെയിമും കൂടെ ചേർന്നാണ് നമ്മൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീനസ് നെയിം എന്ന് പറയുന്നത് ഫെലിസ് ആണ്, പൂച്ചയുടെ സ്പീഷീസ് നെയിം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കസ് ആണ്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. അപ്പൊ നമ്മളിത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കിങ്ഡം എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. പക്ഷെ അവരെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് സോർട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഒരൊറ്റ ജീവി വിഭാഗം അല്ലെങ്കിൽ ഒരു പൂച്ച എന്ന് പറയുന്ന ഒരൊറ്റ ജീവി വിഭാഗമായിട്ട് നമുക്ക് ഇവരെ എത്തിപ്പെടാൻ പറ്റി. അപ്പൊ ഇതാണ് വർഗീകരണ തലങ്ങൾ എന്ന് പറയുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് പൂച്ചയുടെ ഒരു വർഗീകരണ തലമാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്താണെന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച്, സസ്യസമ്പത്തിനെ കുറിച്ച് പറയുന്ന ആദ്യ പുസ്തകം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്.
മലബാറിന്റെ ഉദ്യാനം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന പുസ്തകം. അപ്പോൾ മലബാറിന്റെ ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുസ്തകം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് രചിച്ച ഭാഷയാണ് ലാറ്റിൻ ഭാഷ. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ രചിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പ്രസിദ്ധീകരിച്ച സ്ഥലം നെതർലൻഡിലെ ആംസ്റ്റർഡാം. നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ രചിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. കാലഘട്ടം 1678 മുതൽ 1693 കാലഘട്ടമാണ്. 1678 1693 കാലഘട്ടത്തിലാണ് നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ മലബാറിന്റെ ഉദ്യാനം എന്ന പേരിലും അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ് സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം ഇറങ്ങിയത്. 12 വാല്യങ്ങളിലായിട്ടാണ് ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിയത്. 12 വാല്യങ്ങളായാണ് ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിയത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്? അഡ്മിറൽ വാൻ റീഡ്. അഡ്മിറൽ വാൻ റീഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിന്റെ ഗ്രന്ഥരചനയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത മറ്റു വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലാട്ട് ഇത്തി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക് ഭട്ട്, അപ്പു ഭട്ട് എന്നിവരാണ് മറ്റു ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അഡ്മിറൽ വാൻ റീഡ് എന്ന് പറയുന്നത് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. എന്നാൽ കൊല്ലാട്ട് ഇത്തി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക് ഭട്ട്, അപ്പു ഭട്ട് തുടങ്ങിയവർ എന്താണ്? മറ്റ് നിർണായക സംഭാവനകൾ നൽകിയ വ്യക്തികളാണ്. സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചത്. അപ്പോൾ മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് പുസ്തകത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് പുസ്തകത്തിന് വേണ്ടിയിട്ടാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. അപ്പോൾ മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് പുസ്തകത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു സസ്യജാലങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ സസ്യങ്ങളും അവയുടെ ചിത്രങ്ങളും അവയുടെ പ്രാദേശിക പേരുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക പേര് നമുക്കറിയാം, ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാവും. അവർക്ക് ഓരോ പ്രദേശത്ത് ചിലപ്പോൾ ഓരോ പേരുകളിലായിരിക്കും അവർ അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഓരോ പ്രാദേശിക പേരുകളും അറിയപ്പെടുന്നു, കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാൾ ലിനേയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ കുറെ ഓപ്ഷൻസ് തന്നിട്ട് കാൾ ലിനേയസിനെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറഞ്ഞത്? കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ്. അത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു മലബാറിന്റെ ഉദ്യാനം എന്ന പേരിലും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം അറിയപ്പെടുന്നു. ഇത് ലാറ്റിൻ ഭാഷയിലാണ് ഇത് രചിച്ചത്. ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആംസ്റ്റർഡാം, നെതർലൻഡിലെ ആംസ്റ്റർഡാം ആണ്. കാലഘട്ടം 1678 മുതൽ 1693 കാലഘട്ടങ്ങളിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 12 വോളിയങ്ങളാണ് അല്ലെങ്കിൽ വാല്യങ്ങളിലാണ് ഇത് പുറത്തിറങ്ങിയത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അഡ്മിറൽ വാൻ റീഡ്. മറ്റു വ്യക്തികളാണ് കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക് ഭട്ട്, അപ്പു ഭട്ട് തുടങ്ങിയവർ മറ്റു നേതാക്കളാണ്. സസ്യജാലങ്ങളെ തരംതിരിച്ച് എന്തൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രാദേശിക പേരുകളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തത്. എന്താണ്? ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കാൾ ലിനേയസിനെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സസ്യവർഗീകരണ തലങ്ങളാണ്. നമ്മൾ പറഞ്ഞു സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽ കാൾ ലിനേയസ് എന്ത് ചെയ്തു? സസ്യങ്ങളെയും വർഗീകരിച്ചിട്ടുണ്ട്. ജന്തുക്കളെ മാത്രമല്ല സസ്യങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോരോ കാലങ്ങൾ പോകുന്തോറും പല മാറ്റങ്ങളും ഇതിനകത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ഉദാഹരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്? ഒരു തെങ്ങിന്റെയും മാവിന്റെയും 2 പിക്ചേഴ്സ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, തെങ്ങിൻ്റെതാണ് കിങ്ഡം പ്ലാന്റേ, അതുപോലെ തന്നെ കിങ്ഡം പ്ലാന്റേ. നോക്കൂ, ഇവിടെ രണ്ടും പ്ലാന്റേ ആണ്. അപ്പൊ നമുക്കറിയാം സസ്യജാലങ്ങളെല്ലാം ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്ലാന്റേ ആണ്. സസ്യജാലങ്ങളെല്ലാം ഉൾപ്പെടുന്ന
ഏത് കിങ്ഡത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാന്റ്. മുന്നേ നമ്മൾ പറഞ്ഞു ജന്തുക്കളെല്ലാം ഉൾപ്പെടുന്ന വിഭാഗം അതാണ് കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സസ്യജാലങ്ങളെല്ലാം ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്ലാന്റയാണ്. പ്ലാന്റ്. ഓക്കെ, അപ്പം തെങ്ങിലാണെങ്കിലും മാവിലാണെങ്കിലും ഏത് കിങ്ഡമാണ്? പ്ലാന്റേ തന്നെയാണ്. ഇനി ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ നോക്കൂ, രണ്ടിലും ആൻജിയോസ്പെർമോഫൈറ്റ തന്നെയാണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാവുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാവുന്ന വിഭാഗങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം തെങ്ങിനാണെങ്കിലും മാവിലാണെങ്കിലും പൂക്കൾ ഉണ്ടാവാറുണ്ടല്ലേ, അതുകൊണ്ടാണ് അവരെ ആൻജിയോസ്പെർമോഫൈറ്റ എന്ന ഒരു ഫൈലത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ക്ലാസ് മോണോകോട്ടിലിഡനെ. ഇപ്പോ കോക്കനട്ടിനാണെങ്കിൽ ക്ലാസ് മോണോകോട്ടിലിഡനെ. മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് എന്നാണ് അർത്ഥം അല്ലെ. മോണോ എന്ന് പറയുന്നത് ഒന്നാണ്. മോണോകോട്ടിലിഡൻസ് എന്ന് പറയുന്നത് ഒറ്റ കോട്ടിലിഡൻ ഉള്ളവരെയാണ് മോണോകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ തേങ്ങ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അവരെ വെട്ടിപ്പൊളിക്കാതെ നമുക്കിതിനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിഭജിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ രണ്ടായിട്ട് എടുക്കാൻ നമുക്ക് പറ്റൂല. അത് ഒന്നായിട്ടാണ് ഇതിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ളവരെയാണ് മോണോകോട്ടിലിഡനെ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോ കാഷ്യൂനട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അതിനെന്തുണ്ട്? രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവരെയൊക്കെ നമ്മൾ ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മാങ്ങയിലും നമുക്കറിയാം, മാങ്ങയുടെ സീഡും ഒക്കെ നമുക്ക് എന്താണ് രണ്ടായിട്ട്, അതിന്റെ കുഞ്ഞതായിട്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ളവരെ ഡൈകോട്ടിലിഡനെ എന്ന് പറയും. അപ്പോ കോക്കനറ്റ് ഒക്കെ വരുന്നത് ഏത് ക്ലാസ്സിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മോണോകോട്ടിലിഡനെയാണ്. അതുപോലെ തന്നെ മാംഗോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡൈകോട്ടിലിഡനെ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ്. ഓക്കെ, സീരീസ്. പിന്നെ താഴോട്ട് വരുമ്പോൾ വീണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ കാലിസിനെ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്, ഇവിടെ സാപ്പിൻഡേൽസ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ഓക്കെ, അടുത്ത ഫാമിലി അരക്കേസിയെ. കോക്കനട്ട് ഉൾപ്പെടുന്ന ഫാമിലി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരക്കേസിയാണ്. എന്നാൽ മാംഗോ ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അനാകാർഡിയേസിയാണ്. അനാകാർഡിയേസി ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല, പക്ഷേ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അരക്കേസിയെ ഫാമിലി അനാകാർഡിയേസി. അപ്പോ ജീനസ് നെയിം നമ്മൾ പറയുന്നു കോക്കസ്, സ്പീഷീസ് നെയിം ന്യൂസിഫറയാണ്. അപ്പോൾ കോക്കനട്ടിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കോക്കോസ് ന്യൂസിഫറയാണ്. നമ്മൾ പറഞ്ഞു ജീനസിന്റെ പേരും സ്പീഷീസിന്റെ പേരും കൂടെ ചേർത്താണ് നമ്മൾ സയന്റിഫിക് നെയിം നമ്മൾ പറയുന്നത്. അപ്പോ കോക്കസ് ന്യൂസിഫറയാണ് കോക്കനട്ടിന്റെ ശാസ്ത്രീയ നാമം. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത് കോക്കോസ് ന്യൂസിഫറയാണ്. അങ്ങനെയാണെങ്കിൽ മാവിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്കയാണ് മാവിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ശാസ്ത്രീയ നാമങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. ഏതൊക്കെയാണ്? കോക്കസ് ന്യൂസിഫറ, അതുപോലെ തന്നെ മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് മാവിന്റെ ശാസ്ത്രീയ നാമം, അതുപോലെ തന്നെ കോക്കസ് ന്യൂസിഫറ എന്ന് പറയുന്നത് തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ്. മുന്നേ നമ്മൾ പറഞ്ഞു ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ആരുടെ ശാസ്ത്രീയ നാമമായിരുന്നു? പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എല്ലാ സസ്യജാലങ്ങളും ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാവുന്ന വിഭാഗങ്ങളെ നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നു. മോണോകോട്ടിലിഡനെ എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ കോട്ടിലിഡൻ മാത്രം ഉള്ളവരെയാണ് നമ്മൾ മോണോകോട്ടിലിഡനെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൈകോട്ടിലിഡനെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടാവും. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക, തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. അടുത്തത് ദ്വിനാമ പദ്ധതി. ദ്വിനാമ പദ്ധതി എന്താണെന്നാണ് നമുക്കറിയാം. ഒരു ജീവി തന്നെ പല പ്രദേശങ്ങളിൽ പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉപ്പനെ തന്നെ പല പേരുകൾ, പല പ്രദേശങ്ങളിൽ പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഉപ്പൻ, ചെമ്പോത്ത്, ചകോരം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വട്ട, പൊടുക്കണ്ണി, ഉപ്പൂത്തി എന്ന പേരുകൾ അറിയപ്പെടുന്നു. പപ്പായ, കപ്ലങ്ങ, കറമൂസ, ഓമയ്ക്ക. പഴുതാരേനെ ആണെങ്കിലോ കരിങ്കണ്ണി, കൽക്കുന്നൻ, ചെതുമ്പൂരം, ഇങ്ങനെ പല പേരുകളിലാണ് ഒരു ജീവി തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ജീവി തന്നെ പല പേരുകളിൽ അറിയപ്പെടുമ്പോൾ നമുക്ക് അവരുടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. അവരുടെ എന്തായിരിക്കും കറക്റ്റ് പേര്? ചിലപ്പോ ദൂരമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോ എന്താണ് പൊടുക്കണ്ണി എന്നൊക്കെ പറയുമ്പം വട്ടയാണ് എന്ന് നമുക്ക് മനസ്സിലാവൂല, അല്ലെങ്കിൽ എന്താണ് കറമൂസ എന്ന് പറയുമ്പോൾ പപ്പായ ആണ് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോ ഇത്തരത്തിലുള്ള
പല പേരുകളിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഏതെന്ന് പറയുന്നത് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ദ്വിനാമ പദ്ധതി എന്ന് പറയുകയാണെങ്കിൽ ഒരു ജീവി പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ദ്വിനാമ പദ്ധതിയിൽ തന്നെ നമുക്കറിയാം ദ്വിനാമം 2 നാമം ഉണ്ടാവും അല്ലെ, 2 നാമം ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 2 നാമങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 2 നാമങ്ങൾ അല്ലെങ്കിൽ 2 പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണ രീതിയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. 2 നാമങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ രീതിയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 2 പദങ്ങൾ? ഒന്നാമത്തെ പദത്തിനെ പറയുന്ന പേരാണ് ജീനസ് പദവും രണ്ടാമത്തെ പദത്തിനെ പറയുന്ന പേരാണ് സ്പീഷീസ് പദവും. അപ്പോൾ ജീനസ് പദവും സ്പീഷീസ് പദവും കൂടെ ചേർന്നതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഈ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? കാൾ ലിനേയസ് ആണ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. നമ്മൾ പറഞ്ഞു അല്ലെ, ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രീതി അനുസരിച്ച് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് ആണ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്ന് അറിയപ്പെടുന്നത്. ഹോമോസാപ്പിയൻസ്. ഇതിനകത്ത് ഹോമോസാപ്പിയൻസിൽ ഹോമോ എന്ന് പറയുന്നത് എന്താണ്? ജീനസ് നാമവും സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഹോമോ എന്ന് പറയുന്ന ജീനസ് നാമവും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നാമവുമാണ്. ഓക്കെ, അപ്പം ഇതാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ദ്വിനാമ പദ്ധതി എന്താണ്? ഒരു ജീവി തന്നെ പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ 2 പേരുകളുണ്ട്. ഒന്നാമത്തെ പേരിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ജീനസ് പദമെന്നും രണ്ടാമത്തെ പേരിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പീഷീസ് പദമെന്നും. ഇത് നിർദ്ദേശിച്ചത് കാൾ ലിനേയസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. താങ്ക്